+2 കഴിഞ്ഞ് വന്നിട്ട് ജപ്പാനിൽ ജാപ്പനീസ് ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തരാം. അപ്പൊ +2 കഴിഞ്ഞ് ഇവിടെ വന്ന് +2 കഴിഞ്ഞ് ജപ്പാനിലോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും അതേപോലെ ഡിഗ്രി പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ ഒരാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഞാൻ പരിചയപ്പെടുത്തരാൻ പോകുന്നത് ശ്രീ ചന്ദന. സോ യാ പറഞ്ഞോളൂ. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. മൈത്തോഷി ഷിറ്റയാണ്, അതായത് എന്നെക്കാളും ചെറിയ വയസ്സുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ചെറിയ കുട്ടീനെയാണ് ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്നത്. എനിക്ക് ഇപ്പോൾ 19 വയസ്സ്. ഇതെന്തായാലും ഓക്കെ. ലാംഗ്വേജ് പാടാണ് പഠിക്കാൻ. ഞാൻ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടല്ല വന്നത്, എന്റെ ഭാര്യത്. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പൊ N5 JLPT N5 എക്സാം എഴുതി, എന്നിട്ട് അത് പാസ്സായി. N4 എക്സാം എഴുതി, അത് പൊട്ടി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്ക് N4 എക്സാം പിന്നെ എഴുതി. അത് പാസ്സാവുന്നാണ് നല്ല വിശ്വാസം. ബിക്കോസ് ഇറ്റ് വാസ് സോ ഈസി. Why it was so easy? ബിക്കോസ് N4 പഠിച്ചത് കാരണം. ബിക്കോസ് ഞാൻ ലാസ്റ്റ് N4 എക്സാമിന്റെ ഞാൻ N4 ക്ലാസ്സിലായിരുന്നില്ല, N5 ക്ലാസ്സിലെ. സോ അങ്ങനെയാണ്. ഇനി ഓക്കെ, അടുത്ത കാര്യം എന്ന് വെച്ചാൽ കോളേജ്. ഇപ്പൊ കറന്റ്ലി ജാപ്പനീസ് ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അതിന് മിയാസക്കി ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? ഞാൻ ചൂസ് ചെയ്തതല്ല, അതെ, ഞങ്ങളുടെ ഏജൻസി മിയാസക്കിയാണ് വിട്ടത്. പക്ഷെ ഹൗ ഇസ് ദി കോളേജ്, ഹൗ ഇസ് ദി പ്ലേസ്, അതൊക്കെ ഒന്ന് പറയൂ. അതാണ് കോളേജ്. സൂം ചെയ്ത് നമുക്ക് കോളേജ് കാണാം. കോളേജ് നമ്മൾ കോളേജിന്റെ അടുത്തുള്ള ഒരു കോയിനിലാണ് ഇരിക്കുന്നത്. കോയിൻ എന്ന് വെച്ചാൽ പാർക്ക്. കോളേജ് നല്ല കോളേജാണ്. ടീച്ചേഴ്സ് നല്ല ടീച്ചേഴ്സ് ആണ്. വെരി നൈസ് ടീച്ചേഴ്സ്, വെരി സ്വീറ്റ് ടീച്ചേഴ്സ്, എല്ലാവരും നല്ലതാണ്. ആൻഡ് ക്ലാസ്മേറ്റ്സ് ഓൾസോ വെരി നൈസ്. പിന്നെ എല്ലാവരും വേറെ വേറെ നാട്ടിലത്തെ പിള്ളേരാണ്. അത് കാരണം എല്ലാവരും നല്ലതാണ്, നന്നായി സംസാരിക്കാം. ഓക്കെ, ക്ലാസ്സിൽ നമ്മൾ ജാപ്പനീസേ സംസാരിക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മള് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ല, മലയാളത്തില്. അതാണ് ഓക്കെ. നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും കുറെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ബിക്കോസ് ഓരോരുത്തരും വരുന്നത് ഇപ്പൊ എന്താണ്, നേപ്പാളിൽ നിന്നാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയില്ല. ലൈക്ക് വരുന്ന ഞങ്ങളുടെ ഇവിടേക്ക് വരുന്ന കിർഗിസ്ഥാൻ അയ്യോ, അവർക്കും ഇംഗ്ലീഷ് അറിയൂല. കിർഗിസ്ഥാൻ ആ സ്ഥലം ഞാൻ ഇവിടെ വന്നിട്ടാണ് അത് കേൾക്കണത്. ഞാനുണ്ടോ? അപ്പൊ അവരടക്കം ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഈവൻ തോ അവരെ കാണാനായിട്ട് ഒരു ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന്റെ ലുക്ക് ഉണ്ടെങ്കിലും പക്ഷെ അവർ ഇംഗ്ലീഷ് സംസാരിക്കൂല. സോ അത് കുറച്ച് ഷോക്കിംഗ് ആയി പോയി. നമ്മൾ വിചാരിച്ചെന്താണ്, നാട്ടില് അല്ല, ലൈക്ക് നമ്മൾ ഇന്ത്യയിൽ എല്ലാവരും മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ നമ്മൾ വിചാരിച്ച് അതേപോലെയൊക്കെയും ബാക്കി കണ്ടിരുന്നവരും, പക്ഷെ അവര് സംസാരിക്കൂല. കുറെ ആൾക്കാർ സംസാരിക്കൂല. ലൈക്ക് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഇംഗ്ലീഷേ അറിയുള്ളൂ. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഞാനും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആകെ കണ്ടിട്ടുള്ളത് ഫിലിപ്പീൻസ് ആണ് കേട്ടോ. ഫിലിപ്പീൻസ് ആണ് കുറച്ച് നന്നായിട്ട് നല്ല ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട്. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്കും അവരും ഗ്രാജുവലി ആ ഇംഗ്ലീഷ് നിർത്തിയിട്ട് ജാപ്പനീസ് സംസാരിക്കാൻ തുടങ്ങും. എല്ലാവരും ജാപ്പനീസ് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ കൊതുകുണ്ട്, കോക്രോച്ച് ഉണ്ട്. നല്ലോണം കൊക്കിപ്പൊരി എന്നാണ് കേട്ടോ കോക്രോച്ച് എന്ന് പറയുന്നത്. എനിക്ക് റൂമിൽ കുറെ കോക്രോച്ച് ഉണ്ട്. ഓക്കെ, പോയിന്റ്. അങ്ങനെയാണ് കോളേജ്. 2 ഇയർ കോഴ്സ് ആണ് ഞങ്ങളുടേത്. 6 months N5, പിന്നെ N4, N3, N2 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഷാഡോയിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മളുടെ സ്പീക്കിംഗ് കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഷാഡോയിങ് ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും എക്സാം ഉണ്ട്. പിന്നെ നമുക്ക് പഠിപ്പിക്കണത് വീക്ക്ലി എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് 3 പാഠം കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഒരുമിച്ച് എക്സാം ഇറക്കും. അതിൽ നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളതായിരിക്കും. അപ്പൊ ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാടാണ്. അതെ, കുറച്ചൊക്കെ എനിക്ക് തന്നെ പാടായിരുന്നു. എന്താ വെച്ചാല് നമ്മള് പഠിപ്പിച്ചതൊക്കെ സിമ്പിള്, ഏത് പഠിപ്പിച്ചു പൊട്ടു? ഇല്ലല്ല, അങ്ങനെയല്ല, ഒറ്റവട്ടം എനിക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഐ വാസ് ഇൻ ഡിപ്രഷൻ. നമ്മൾ ആക്ച്വലി നന്നായി വർക്ക് ഹാർഡ് ചെയ്യണം. പിന്നെ എന്താണ്, വർക്ക് ഹാർഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ പോലെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പാസ്സായി പോവാ. എന്താണ് മെയിൻ സംഭവം വെച്ചാൽ സ്പീക്കിംഗ് ആണ്. നമ്മള് ജാപ്പനീസ് ഫ്രണ്ട്സിന് ഉണ്ടാക്കാൻ നോക്കുക. കോളേജ്. അപ്പൊ ഞാൻ +2 കഴിഞ്ഞിട്ട് ജപ്പാനില്
എന്ത് കോളേജില് പഠിക്കാനായിരുന്നു ഓക്കെ വന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ വിചാരിച്ചത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാന്നാണ്. സോ അത് പിന്നെ ഞാൻ മാറ്റി ഗ്രാഫിക് ഡിസൈൻസ് പഠിക്കാനായിട്ട്. എന്തുകൊണ്ടാണ് ഗ്രാഫിക് ഡിസൈനിലേക്ക് ചേഞ്ച് ചെയ്തത്? ബിക്കോസ് ജപ്പാനില് സ്കോപ്പ് ഉള്ളത് കാരണം, പിന്നെന്താണ് എനിക്ക് കൂടുതലും ക്രിയേറ്റീവ് ഫീൽഡ് ഇഷ്ടമുള്ളത് കാരണം ഞാൻ അത് ചൂസ് ചെയ്തത്. ഓക്കെ, എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാനുണ്ട് ഈ സിറ്റുവേഷനിൽ. ജപ്പാനിലോട്ടേക്ക് വരുമ്പോഴത്തേക്കും, അതായത് ഇപ്പൊ ഒരുപാട് പിള്ളേർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ചേച്ചി ഏത് കോഴ്സിനാണ് സ്കോപ്പ് കൂടുതൽ എന്ന്. അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടോ? അതെനിക്കറിയൂല. അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്കറിയില്ല. സ്കോപ്പ് കൂടുതൽ ഇതാണ്, അതുകൊണ്ട് എനിക്കിത് പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി ഐ ടി ഫീൽഡ്. മേ ബി ഐ ടി ഫീൽഡ്. അതിനേക്കാളും ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏത് കോഴ്സ് ആണെങ്കിലും ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ ജോലി ചെയ്യാം. ഏത് കമ്പനിയിലാണെങ്കിലും. നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ എന്തായാലും ലാംഗ്വേജ് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാല് ലാംഗ്വേജ് അല്ലേ സിമ്പിള്, അതൊക്കെ പഠിക്കാൻ പറ്റും. നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് ഇങ്ങനെയാണ്, ഇംഗ്ലീഷ് ഒക്കെ പോലെ ഇരിക്കും, ഹിന്ദി മലയാളം ഒക്കെ പോലെ ഇരിക്കും. പിന്നെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അല്ല, വളരെ ടഫാണ് ആക്ച്വലി. സോ ഇവിടെ ഒരു കോളേജിൽ കയറണമെങ്കിൽ മിനിമം ഒരു പറയണത് N3 അല്ലെങ്കിൽ N2 ലെവലാണ്. N2 ലെവൽ, N3 എന്തായാലും വേണം. അതിന് താഴെയുള്ളതൊന്നും കാര്യമില്ല. എന്നിട്ട് പിന്നെന്താണ് സെമോൻഗാക്കോ, അത് പറയാനുള്ളതാണ്. മറ്റേ ഇജെയു കോളേജ്. നമ്മള് വിചാരിക്കണ കോളേജിൽ കയറണമെങ്കിൽ ഇജെയു വേണം. ഇജെയു എന്താന്ന് വെച്ചാല് എലിജിബിൾ ഫോർ ജാപ്പനീസ് യൂണിവേഴ്സിറ്റി തോന്നണ്. അതിന്റെ എക്സാം എഴുതിയിട്ട് പാസ്സാവണം. പാസ്സായിട്ട് റാങ്കിങ്ങിൽ വന്നാലേ നമുക്ക് കോളേജ്. എന്നിട്ട് അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കോളേജിനും വേറെ എക്സാം ഉണ്ടാവും, സ്കോളർഷിപ്പിനൊക്കെ വേറെ എക്സാം ഉണ്ടാവും, പിന്നെ ഇന്റർവ്യൂ അതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മൾ മെഡിക്കൽ ഫീൽഡിനും എഞ്ചിനീയറിങ്ങിനും ഒക്കെ കീം, നീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതൂലേ, അതേപോലത്തെ സെയിം ആണ്, ജസ്റ്റ് ഒരു കോളേജിൽ കയറാനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ടീച്ചേഴ്സ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് സെമോൻഗാക്കോ. അത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം. ജപ്പാനിലോട്ടേക്ക് വരുന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നായിരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് നിങ്ങൾ എല്ലാം യൂണിവേഴ്സിറ്റി ഞാൻ തെറ്റിദ്ധരിക്കരുത്. സെമ്മോങ്കക്കോ അതേപോലെ യൂണിവേഴ്സിറ്റി, ഇത് രണ്ടും രണ്ടാണ് കേട്ടോ. സെമോൻഗാക്കോ വൊക്കേഷണൽ സ്കൂള്, ലൈക് ഓൺലി 2-year പ്രോഗ്രാം. നമ്മളുടെ നല്ല ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത്. ഇവിടത്തെ പറഞ്ഞാല് ജപ്പാനിൽ മാത്രമേ യൂസ് ആക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ സെൻസർ എടുത്ത് ചോദിച്ചത് പറഞ്ഞ്, ഇത് വെച്ചിട്ട് പുറം രാജ്യത്തോ ഇവൻ നമ്മളെ നാട്ടിൽ പോയിട്ടും അങ്ങനെ വർക്ക് ചെയ്യാനുള്ള സ്കോപ്പ് ഒന്നും ഇല്ല. സോ ഇത് പഠിക്കാം, ആഫ്റ്റർ 2 year ഇവിടെ തന്നെ ഒരു ജോലി കിട്ടും. അതും എങ്ങനത്തെ ജോലികളാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും നല്ല നല്ല ജോലികളാണെന്ന്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാ. സോ ഇവിടെ ബിസിനസ് സെമോൻഗാക്കോല് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ജോലിയായി കിട്ടാണ് വൺ ഓഫ് ദ പ്ലേസ് എന്താന്ന് വെച്ചാല് ലോസൻ 7-Eleven, ഫാമിലി മാർട്ട്, അതിന്റെ ഒക്കെ തെഞ്ചോ ആവാൻ പറ്റും, മാനേജർ ആവാൻ പറ്റും. അത് നമ്മൾ താഴ്ത്തി പറയുന്നതല്ല കേട്ടോ ഒരിക്കലും. പക്ഷെ നമ്മള് ലൈക് നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യണം, എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതാണ്. പിന്നെ എനിക്ക് ഒറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ സെമോങ്കൊക്കെ അല്ലാണ്ട് നമുക്ക് SSW സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമും കൂടെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് N4 ലെവൽ ഉണ്ടെങ്കിൽ ആ സ്കീം പാസ്സായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക്, അതായത് ഈ ഫാമിംഗ് അതേപോലെ ഹോസ്പിറ്റലിലോട്ടേക്കൊക്കെ കയറുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് SSW സ്കീമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഈ സെമോണിൽ പഠിക്കുന്ന ആൾക്കാരെ ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും SSW എഴുതിയിട്ട് അങ്ങനെയും ജോബിലോട്ടേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് പുറം പണിക്കുള്ള സംഭവങ്ങളാണ് കേട്ടോ അത്, ഈ ഓഫീസ് അല്ലാണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ SSW തന്നെ ചില പോസ്റ്റുകളൊക്കെ കൈഷായി തന്നെയാണ് വരുന്നത്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ തെഞ്ചോ ആയിട്ട് വർക്ക് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് വിസയിലോട്ടൊക്കെയാണ് വരുന്നത്, എഞ്ചിനീയറിംഗ് വിസയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇനി യൂണിവേഴ്സിറ്റി നമുക്ക് യൂണിവേഴ്സിറ്റി. ഇപ്പോ അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം കാര്യങ്ങളൊക്കെ. ആൻഡ് മെയിൻ തിങ് നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷിലായിരിക്കും, ലൈക് ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റീസ് കുറെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു വരുന്നതിൽ മുന്നേ. എങ്ങനെയാണ് വിചാരിച്ചത്, കുഴപ്പമില്ല ജപ്പാനല്ലേ, നമ്മളുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ, നമ്മള് ഇന്ത്യയിലാണെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇംഗ്ലീഷിലാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, സ്കൂൾ തൊട്ട് അങ്ങനെയാണ്. അതേപോലെ ഇരിക്കും ജപ്പാൻ എന്ന് വിചാരിച്ച്. ബട്ട് അങ്ങനെയല്ല, എവറിത്തിങ് is in Japanese. അതിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നമ്മൾ കയറുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുക. ഡോക്യുമെന്റേഷൻ എവറിത്തിങ് is in Japanese. അതുകൊണ്ടാണ് ജപ്പാൻ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് നമ്മൾ പറയുന്നത് കേട്ടോ. നമുക്ക് ഇവൻ ഡോക്യുമെന്റ്സ് ഒക്കെ റീഡ് ചെയ്യണമെങ്കിൽ ഹിരഗാന, കത്കാന ആൻഡ് കാഞ്ചി 3 ഇതാണുള്ളത്. അത് നമുക്ക് കാണുമ്പോ തന്നെ
എന്നിട്ട് അങ്ങനത്തെ ബുക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. ലൈക്ക് ഇമാജിൻ സ്റ്റഡിങ് കാഞ്ചി ഹിരഗാന കത്തഗാന ഒക്കെ ഉള്ള ഒരു ബിഗ് ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോ യൂണിവേഴ്സിറ്റി എന്നെ കൊണ്ട് വെച്ചില്ല. അത് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റിയാണ്. അത് ഞങ്ങൾ കുറെ തപ്പി 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 കണ്ടുപിടിച്ചതാണ്. അതിൽ കിട്ടാൻ ഞങ്ങൾ വിഷ് ചെയ്യുന്നുണ്ട്. ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കറന്റ്ലി. അപ്പൊ അതെ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അവര് യൂണിവേഴ്സിറ്റിയിലൊക്കെ അതെ കയറി കഴിഞ്ഞാൽ. ഇപ്പൊ കറന്റ്ലി അതിന്റെ ചെറിയൊരു ഞങ്ങൾ ലെവൽ സ്റ്റേജ് അവർ എടുത്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലെ. അതെ കിട്ടുകയാണെങ്കിൽ ഹോപ്പ്ഫുള്ളി അതെ കിട്ടുകയാണെങ്കിൽ നല്ലത്. Yeah. കിട്ടുമെന്ന് നമ്മൾ അത് എവിടെയാണ് നോക്കുന്നത്? അതായത് ഓക്കെ. ഇപ്പൊ ടോക്കിയോ പോലത്തെ സ്ഥലങ്ങളാണോ? അല്ലല്ല, ഞങ്ങള് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് മിയാസാക്കിയിലാണ്. ഞാൻ So we മിയാസാക്കിയിലാണ്. are in Miyazaki now. So we wanna stay in Miyazaki because one thing നമ്മളുടെ പാർട്ട് ടൈം ജോബ് ആൻഡ് അപ്പാർട്ട്മെന്റ് എല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത്. സോ നമുക്ക് കുറച്ചും കൂടി പീപ്പിൾ ലൈക്ക് ഫ്രണ്ട്സ് ആൻഡ് എവരിബഡി ഈസ് ഹിയർ. സോ മിയാസാക്കി ഫോർ ഈസ് ലൈക്ക് us, കുറച്ചും കൂടെ ജാപ്പനീസ് കൾച്ചർ yeah, മനസ്സിലാക്കാനും കുറച്ചും കൂടെ ജാപ്പനീസ് ആൾക്കാരായിട്ട് നമുക്ക് എന്താ പറയാ സംസാരിക്കാനും എല്ലാത്തിനും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. and ഇവിടുത്തെ ആൾക്കാർ ഇസ് റിയലി നൈസ്. ലൈക്ക് എല്ലാവരും കുറെ ആൾക്കാർ നമ്മൾ മീറ്റ് ചെയ്തേക്കണം. കുറെ ആൾക്കാരും റിയലി നൈസ് പീപ്പിൾസ് ആണ്. സോ ഇറ്റ്സ് ഫൺ. ഓക്കെ. യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിപ്പിക്കണതും ഞങ്ങൾ ഓപ്പൺ ക്യാമ്പസിന് പോയി. അപ്പൊ അവിടെ പഠിപ്പിക്കണത് നമ്മൾ വിചാരിച്ച് ജാപ്പനീസ് ടീച്ചേഴ്സ് ആയിരിക്കും പഠിപ്പിക്കാന്ന്. ബട്ട് അല്ല, ഇവരെല്ലാവരും ഫോറിൻ ടീച്ചേഴ്സ് തന്നെയാണ്. ആൻഡ് സ്റ്റുഡൻസ് ഫോറിനേഴ്സും ഉണ്ട്, ജാപ്പനീസ് സ്റ്റുഡൻസും ഉണ്ട്. ഐ So വാസ് തിങ്കിങ് രണ്ടാൾക്കാരും ദാറ്റ് ഉണ്ട്. അതായത് ഇന്റർനാഷണൽ ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള വേറെ അതായത് ജാപ്പനീസ് ഉണ്ടാവില്ല, പുറത്ത് മിക്സ്ഡ് ആയിട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, ഫോറിനേഴ്സ് ആണ്, ഐ മീൻ ജാപ്പനീസ് ജാപ്പനീസ് ആൾക്കാരാണെന്നാണ് ഇവര് സ്റ്റുഡൻസും പറഞ്ഞത്. അപ്പൊ ഐ വാസ് ലൈക്ക് ഫീലിംഗ് സോ ഹാപ്പി. ജാപ്പനീസ് സ്റ്റുഡൻസ് ഉണ്ട്. ലൈക്ക് നമ്മള് വളരെ കുറച്ച് ആൾക്കാരെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ കോളേജിൽ പോയപ്പോൾ കുറെ കിഡ്സ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ വി ആർ ലൈക്ക് സോ ഹാപ്പി. കിഡ്സ് എന്ന് പറയാൻ കാരണം they are like 18, 19. 18-19 ഞാനും ഓപ്പൺ ക്യാമ്പസിനെ കൂടുതലും ലൈക്ക് ആ ക്യാമ്പസിനെ പറ്റി അറിയാൻ വേണ്ടി വന്നവര് കൂടുതലും ലൈക്ക് 17, 18, ലൈക്ക് 16 years old ഹൈസ്കൂളേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അവരെ കണ്ടപ്പോ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ലൈക്ക് are we gonna study with kids? ഓക്കെ, They look like ഇനിയിപ്പോ നമുക്ക് kids. ചോദിക്കേണ്ട കാര്യം പാർട്ട് ടൈം കിട്ടുമോ ജപ്പാനിൽ വന്നു കഴിഞ്ഞാൽ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് പാർട്ട് ടൈം എങ്ങനെയാണ്, അതേപോലെ വർക്ക് ചെയ്യുന്നത് ആരുടെ കൂടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പാർട്ട് ടൈം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗക്കോ സ്കൂളാണ് റെഡിയാക്കി തന്നത്. ആൻഡ് അതിൻ്റെ ഇടയിൽ തന്നെ പുതിയ പാർട്ട് ടൈം ജോബും ഞങ്ങൾക്ക് കിട്ടി. ബിക്കോസ് നമ്മള് ഒരാൾ റെക്കമെൻഡ് ചെയ്ത് മൂലം ഞങ്ങൾക്ക് പുതിയ ജോബൊക്കെ കിട്ടി. അതെ, അതും കൺവീനിയൻസ് സ്റ്റോർ ആണ്. നമ്മൾ പിന്നെ വലിയ വലിയ കളികൾ മാത്രം. കസ്റ്റമേഴ്സ് ഈസ് ഫുൾ ജപ്പാൻകാർ തന്നെയാണ്. സോ നമുക്ക് ജാപ്പനീസ് എന്തായാലും സംസാരിക്കണം. പാർട്ട് ടൈം ജോബ് ഒന്നും ഇവർക്ക് അങ്ങനെ ശ്രദ്ധിക്കേണ്ടവർ വന്നിട്ടേ ഇല്ല. ആൻഡ് സത്യം പറയുകയാണെങ്കിൽ പാർട്ട് ടൈം ജോബിൽ നമ്മുടെ കൂടെ പണിയെടുക്കുന്ന എംപ്ലോയീസ് കോവർക്കേഴ്സ് ആർ ഓൾസോ റിയലി നൈസ്. സോ അടിപൊളി. അതായത് ഇവർക്ക് നമുക്ക് ജാപ്പനീസ് അറിയില്ലെങ്കിലും ജാപ്പനീസ് അല്ലേ, അവർ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ചെറുതായിട്ട് അങ്ങനെ കൈകൊട്ടി ചെയ്യും. അപ്പോഴേ കുറെ ആൾക്കാർ എന്താണ് they try to speak our language also. സോ അവർക്ക് ഈവൻ തോ അവർ ഭയങ്കര ഷൈ ആണെങ്കിലും കൂടുതൽ സംസാരിക്കാനൊക്കെ ട്രൈ ചെയ്യും. അങ്ങനെയാണ് നമ്മള്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി എന്താണ് നമ്മൾ അവരോട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് കേട്ടോ. അതായത് ജാപ്പനീസ് കൾച്ചർ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് അവരെ പോലെ നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ. ജപ്പാൻകാർക്ക് ആക്ച്വലി നമ്മള് ജാപ്പനീസ് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ലൈക്ക് എന്താണ് അവര് സ്പീക്ക് ചെയ്യുന്നുണ്ട്, വാവ്, അവരെ ഫുഡ് കഴിക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അങ്ങനത്തെ ലൈക്ക് നമ്മളെ നാട്ടിലുള്ളവര് ഇപ്പൊ ഒരു ഫോറിനർ വന്നിട്ട് അതേ മലയാളം സംസാരിക്കുന്നത് അങ്ങനൊന്നും ഒരിക്കലും പറയില്ല. അയ്യോ ഞാൻ പറയും ഇവരെന്തിനാ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ ആ ഭാഷ ഇങ്ങനെ എന്നിട്ട് ആക്ച്വലി എന്താണ് എന്റെ കാൻകോല് ഞാൻ വർക്ക് ചെയ്യണോടത്ത് ഒരു ദിവസം നേപ്പാളി ചേട്ടനെ അപ്പൊ ഇത്രയും നാളില്ല. എന്നിട്ട് ഒരു ദിവസം ലൈക് പുതിയ ചേട്ടനാണ് വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു ജാപ്പനീസിൽ ഇങ്ങനെ ചോദിച്ചാൽ എവിടെ നിന്നാണ്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോ എന്റെ അടുത്ത് ചോദിച്ച് എന്തോന്നാണ് വീട് നോക്ക കേരളത്തിൽ എവിടെ എന്ന് ചോദിച്ചാൽ ജാപ്പനീസ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു തൃശ്ശൂർ അറിയാൻ വഴി ഉണ്ടാവൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എനിക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ മലയാളത്തിൽ ഞാനിങ്ങനെ
എന്ന് പറഞ്ഞിട്ട് അപ്പോഴല്ലേ മനസ്സിലായത് ആള് അറൌണ്ട് 5-6 years നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്തിരുന്നു, എന്നിട്ട് ഇവിടേക്ക് വന്നതാണ്. അത്രേ ഉള്ളൂ guys. അപ്പോ ഇതൊക്കെയാണ് പാർട്ട് ടൈം ആയി പാർട്ട് ടൈം ജാപ്പനീസ് ആയി. ലാംഗ്വേജിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ജോലി എന്താണ്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ജോലി എന്താ ഉദ്ദേശിക്കുന്നത്? ജപ്പാനിൽ ജോലി ചെയ്യണം എന്ന് Okay. ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കൈശാല എനിക്ക് ആക്ച്വലി ലൈക്ക് 1 year or 2 year വർക്ക് ചെയ്യണം, ലൈക്ക് ഫോർ എൻ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പോണമെന്നാണ് എനിക്ക് ഒരു ആഗ്രഹം. ഓക്കെ, ഒറ്റ കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഭയങ്കര ഫാന്റസി ആയിട്ട് ജപ്പാനെ കണ്ടിട്ട് സത്യം, I was one of them to be honest. So ഞാൻ 12 പ്ലസ് ടു കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് ഞാൻ ഇവിടെ കൊറിയൻ ആണ് കേട്ടോ, അല്ലെ മീൻ കൊറിയൻ ജപ്പാൻ മൈ ഡ്രീം കൺട്രി എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് റിയാലിറ്റി അതൊന്നും അല്ല. റിയാലിറ്റി ഡ്രീം ഒരു സെക്ഷൻ, റിയാലിറ്റി വേറെ സെക്ഷൻ. നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ബിക്കോസ് അപ്പോഴാണ് നമ്മൾ റിയാലിറ്റിയിലോട്ട് ഹിറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ റിയാലിറ്റി ഒന്ന് ഹിറ്റ് ചെയ്തത്. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. റിയാലിറ്റി വാസ് ലൈക്ക് ആദ്യമൊക്കെ വന്നപ്പോൾ ഭയങ്കര വാവ്, ഇറ്റ്സ് സോ പ്രിറ്റി, ഇറ്റ്സ് സോ ക്ലീൻ. പിന്നെന്താന്ന് വെച്ചാല് ഒരു എന്തോ ഒരു ബട്ട് സ്റ്റിൽ എന്തോ സംതിങ് ഈസ് മിസ്സിംഗ്. നാട് വൈബൊന്നുമല്ല, നാട് വൈബും അല്ല ചോദിക്കണത്, ബട്ട് സ്റ്റിൽ ലൈക്ക് സംതിങ് ഈസ് മിസ്സിംഗ് ഹിയർ. മേ ബി ഇവിടുത്തെ ആൾക്കാരാവാം, ലൈക്ക് ഇവിടുത്തെ അവരത്രയും നമ്മള് എന്തോന്നാണ് വളർന്നൊരു ഇതെന്ന് വെച്ചാല് കൂടുതൽ ആൾക്കാര് സംസാരിക്കലും ഭയങ്കരമായിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണല്ലോ. അപ്പൊ ഇവിടെ വന്നപ്പോൾ നമ്മള് ഇവരുടെ കാര്യം നോക്കി പോകണം, അങ്ങനത്തെ ഒരു ഇതാണ്. നല്ല കാര്യമാണ് അത്. എന്നാലും എന്താണ് സംതിങ് ഈസ് മിസ്സിങ് കൈൻഡ് ഓഫ് വൈബാണ്. ലൈക്ക് എനിക്ക് മാത്രല്ല ലിറ്ററലി എല്ലാവർക്കും, എന്റെ പ്രായമുള്ള ബാക്കി എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇൻക്ലൂഡിങ് മീ, പിന്നെന്താണ് വേറെ നാട്ടിലത്തെ ആൾക്കാരാണെങ്കിലും എല്ലാവരും സെയിം തിങ് ആണ് പറയുന്നത്. ലൈക്ക് they wanna go back or they wanna go somewhere else. Like after even Japanese people, like some of our friends are saying the same thing. They're saying that they wanna go to some another country, or some people are saying that they wanna come to India. And we're like, okay, come. yeah രണ്ടാൾക്കാര് ഇന്ത്യയിലോട്ട്. So we met this lady and she said that her daughter want to study in India. And we are like English. So അപ്പൊ അവര് പോണുണ്ട്, അടുത്ത മാസം ഇന്ത്യക്ക് പോണുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഇവിടെ ഉള്ളവര് കൂടുതലും പറയുന്നത് ഇവർക്ക് ഇവിടെ നിക്കണ്ട, ഇവർക്ക് എവിടെയെങ്കിലും പോണം. ആൻഡ് പുറം നാട്ടിലുള്ളവര് അറിയണം അവർക്ക് sugar coating, like very much overhyped and sugar coated. ഒരു വീക്കിൽ എനിക്ക് വരുന്ന മെസ്സേജസ് ഉണ്ടല്ലോ, എന്താണ് ഇതിന് മാത്രം എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്ക്. ബിക്കോസ് അറിയില്ല, ഇവിടെ വരാത്തവര് അങ്ങനെയാണ് വിചാരിക്കുക. ഞാൻ ആദ്യം ഇൻക്ലൂഡിങ് us, like before coming here we were like, oh, dream country was so good, oh my god, I wanna come, അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് റിയാലിറ്റി മനസ്സിലായത്. എല്ലാ കൺട്രിയിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും നല്ലതും ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷെ മെയിൻ തിങ് ഇസ് ജാപ്പനീസ് ലാംഗ്വേജ് ഇല്ലാണ്ട് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല. അത് പറ്റൂല. ജാപ്പനീസ് ലാംഗ്വേജ് ഈസ് മസ്റ്റ്. ഈവൻ തോ കുറെ റീൽസിൽ ഇങ്ങനെ പറയണ പോലെ, ഓ നിങ്ങക്ക് ജാപ്പനീസ് ലാംഗ്വേജ് ഒന്നും വേണ്ട, ഇംഗ്ലീഷ് മതി, വെറും ഉസോച്ചുക്ക് വെറും കള്ളത്തരാണ്. ആരും ഇങ്ങനത്തെ ട്രാപ്പിൽ വീഴരുത്. ഇവിടെ PR കിട്ടും, ഇവിടെ PR. ആൻഡ് തിങ് അബൌട്ട് PR, എന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ ഇസ് അബൌട്ട് ലൈക്ക് 20 years ആയിട്ട് ഇവിടെ ഉണ്ട്, ആൻഡ് സ്റ്റിൽ ഹി ഹാസന്റ് ഗോട്ട് PR. വൈ? ബിക്കോസ് ആൾക്ക് ജാപ്പനീസ് സംസാരിക്കാൻ അറിയാം, ബട്ട് എഴുതാനും വായിക്കാനും അറിയൂല. സോ ഫോർ PR എഴുതാനും വായിക്കാനും നിർബന്ധമാണ്. ഒരുപാട് ലെവലും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നല്ല സോ ഗൈസ് ഇത്രയും ഉള്ളൂ. ബൈ ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അതെ, ഇത്രയും മതി ഗൈസ്. ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക് ഇനി ജസ്റ്റ് റിയാലിറ്റി ജാപ്പനീസ് ലാംഗ്വേജ് ഇല്ലാണ്ട് എന്തായാലും
പണിയെടുക്കാനൊന്നും നിങ്ങൾക്ക് പറ്റൂല. ഇതിൽ എന്തെങ്കിലും ഒഫൻഡഡ് ആയി തോന്നുകയാണെങ്കിൽ വി ആർ റിയലി സോറി. Sorry, നമ്മൾ ജസ്റ്റ് because റിയാലിറ്റി മാത്രമാണ് it's സംസാരിച്ചത്. just it's yeah അതൊന്നും we've വേണ്ട. been കുറച്ച് here വർഷങ്ങൾക്കായി ഇവിടെ only നിൽക്കുന്നത്. ഞാൻ only 1 year 3-4 അതുകൊണ്ട് months, മാത്രമാണ് so നമ്മൾ റിയാലിറ്റി ഓപ്പൺ അപ്പ് ചെയ്തതിനെ yeah, സംസാരിച്ചത്. and ആൻഡ് മോസ്റ്റ് എല്ലാവർക്കും ഇമ്പോർട്ടന്റ്ലി സെയിം ആയിരിക്കണമെന്നില്ല. ഡിഫറെന്റ് എന്റെ ഡിഫറെന്റ് സെയിം ഒപ്പീനിയൻസ് ഉണ്ടാവും. എക്സ്പീരിയൻസ് അല്ല നിമിത ചേച്ചിക്ക്. ഇല്ല And കുറച്ചൊക്കെ ആ ആ. ഇവൻ തോ നമ്മള് സെയിം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കാരണം നമുക്ക് കണക്റ്റഡ് ആയി തോന്നുന്നുണ്ട്. ബട്ട് ആൻഡ് മോസ്റ്റ് വേറെ ഇമ്പോർട്ടന്റ്ലി ആൾക്കാർക്ക് നമ്മൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് സംസാരിക്കണം നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന് സംസാരിച്ചൊരു വീഡിയോ അല്ല. അപ്പോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റി കുറവുകളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും. സോ ക്ഷമിക്കുക. അപ്പോ ഇനിവേ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. വി ആർ ഗൈസ് റിയലി സോറി. സോ ബൈ.